മിശിഹായെ വാഴ്ത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്യാജീവനും സംഗീതസ്ഥാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്യാജീവനും സംഗീതസ്ഥാനം. മാർത്തോമാസിദ്ധ ആർത്തന്മാരെല്ലാം തുൽപാദം പൂകി തദ്വാക്യം കേൾക്കാം. സാത്താനാകർഷി ചിന്നോർക്കാശ്വാസം രോഗിക്കാലംബം നൽകണം നാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ നൽകിടേണം പാപത്തിൻ ശാന്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ നൽകിടേണം പാപത്തിൻ ശാന്തി. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ അരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിൻ മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായി പ്രതിരഹിത കാരുണ്യത്താൽ മാർത്യൻ വാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ നീവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയ മറിയാമീനും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർ തൻ മൃതിയെ വിധിച്ചു നിഹനിച്ചോനെ അപ്പരിപാവന തൃത്വൈക
സുപിതാവോടൊപ്പം ജീവനും ഋക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നീ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലും ആദൂതൻ താരേൽക്കും സഭയും ശാപം. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. ശ്രീഹായുടെ സ്തുതിയും നമ്മുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേശകന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ,
ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായ ഓരോ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലപ്പെന്ന് കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനം ഒരു മോത് നീങ്ങിപ്പോകും, ഭാഷാപരമോത് നിന്നു പോകും, ജ്ഞാനമോത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ആഹായി പാർക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി ബലികളണച്ചേറിടുവിൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമായി. കർത്തനെ സ്തുതി മദ്ദഹാമുമ്പിൽ. ഹല്ലേലൂയ. അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ചെയ്തുകൊടുത്ത് നടമ്പാവായി കർത്താവായി മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion gadishodamara nesmesiho Kurususu mahioni somen yuhanon sliho Ursono damare sai purko nalavalmo. നമ്മുടെ രക്ഷിതാവിനും ഉണ്ടായിരിക്കട്ടെ. Sabinahokil dandabarone sedumoran valohan foroko dilane shmesiho El sodahayo valoho daspasa bensulto kadisto mario Poland then hoka nehovain. അങ്ങനെ ഞങ്ങൾ ആ ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ശിഷ്യന്മാരിരുന്നിരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ യഹൂദന്മാരെ ഭയന്ന് അടച്ചിരിക്കുകയും യേശുവമ്പുരാൻ അവരുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും വിലാപ്പുറവും അവർക്ക് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും യേശു അവരോട് നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞതിന് ശേഷം അവരുടെ മേലൂതി അവരോട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നവ മോചിക്കപ്പെടാതെയും ഇരിക്കുമെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമ അവരോടുകൂടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരോട്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പാടുകളെ കാണുകയും അവയിൽ എൻ്റെ വിരലുകളിടുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈ വെച്ച് നോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശുവമ്പുരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമായോട്, നിന്റെ വിരലിലൂടെ കൊണ്ടുവരിക, എന്റെ കൈകളെ നോക്കുക, നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക എന്ന് പറഞ്ഞു. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാവിനോട്, എന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാകുന്നുവെന്ന് പറഞ്ഞു.
ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ചു. ഇവ എഴുതിയിട്ടുള്ളത് യേശു ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹ ആകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നു. ഉശിനോ ലകുൽഖൂൻ മാർത്തോമാ പണ്ഡിത വൈദ്യാരോഗർക്കാർ സൗഖ്യമേറ്റിടുവാൻ അധികാരം തേ നൽകി വരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. സ്തോമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരത്തും കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും അടിയങ്ങളായുസോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബകുലഹുന്യവുമോ സ്വതഹായ വാർക്കുമോർ അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഭയങ്കരമായ വിശുദ്ധ കുർബാന മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അപരിഹാരം നൽകുന്നവരും വെടിപ്പാക്കുന്നവരും ഞങ്ങളുടെ കർത്തങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെ പാപങ്ങളെയും അയച്ചു കളയണമേ. ഉത്തമനെ ദൈവമോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയുമാകുന്ന പരിപഞ്ചനെ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കൊള്ളണമേ. കർത്താവേ, കോപത്തിന്റെ പടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രതീകരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ആമേൻ.
ദൂതന്മാർക്കും മാലാഖമാർക്കും അദർശനാം പിതാവാം ദൈവമേ തിരുമുമ്പാകിയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ ഏകപുത്രന്റെ മുമ്പാകിയും തന്റെ ആവശ്യം മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ പരിശുദ്ധ റൂഹാട് മുമ്പാകിയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ തൃത്വം ആവശ്യിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകിയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചുപോരുടെ ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വശോ വബുകൂല സുബാലവൽമേ. ആമേൻ. കർത്താവിന്റെ ശുശ്രൂഷകളുടെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോഹോൻ കാബേൽ ഹുസോയോദ് ഹോബേവൽ ശുഭകോനോ ദാതോ ഹേ ബത്രൈഹുൻ വന്മലവോലം ഉൽമിൻ. ആമേൻ. യേനോ അബ്ദോ മഹിലോ ഹതോയ് നബിമാർ കാദീ അബോ കദീശോ. ആമേൻ. കാദീശ് റോ കദീശോ. ആമേൻ. Ruhayo kadisho damkane dvermodhatoyo abde kadvoye sraha nalvishoso dabuha indahai nanidan vadmalfonan vadkulhun yani damahimne Yeldadito dilo kadishito Batraihun Vanmelavo Olemulmin. ആമേൻ. പാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സാപ്രകാരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ കഷ്ടതയനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ മോചത്തോടെ വരുവാനിരിക്കുന്നവരും രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും സംസാരിച്ചതുമായ ജീവൻ വിശുദ്ധിയുമുള്ള ഏകറൂഹാലും കാതോലികവും സ്ലേഹികവുമായ ഏകവിശ്വസതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രം വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ.
സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവി നേരിതാ പോളി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന Barkumor stomen galos ഈ സമയത്ത് സ്നേഹവും ഐക്യവും പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബോശോ വബുകൂല സുബാലവൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വാർഖ്യമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകൂല സുബാലവൽമിൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ ഒന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാലവൽമിൻ. വാർഖ്യമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ നമ്മൾ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഇടയനാ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന
മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവുമാകുന്നു. തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമേന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പൂഴ്ത്തുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഭൂമി നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്ന നാമകരണം ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തി ഉണ്ടാക്കിയതായ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. ഞാൻ വരുന്നവരെ എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്വീരെന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സ്ലിഹന്മാരെ കർത്താവ് ഭരമേൽപ്പിച്ചു. അതമോ ദോസേനോ നിൻ ഹൃദയോത്തങ്ങൾ നിന്നുദ്ധാനമതേറ്റോതി കാകുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾ എന്നും. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു. ഓരോരുവനും അവന്റെ പ്രവൃത്തിയിൽ അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ ഭ്രമജനകമായ പുനരാഗമനത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു.
നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. ഉത്തമനെ ദേവതോന്നി എന്റെ മേൽ കരുണ ചെയ്യണമേ. കുറിയലായിസോ കുറിയലായിസോ കുറിയലായിസോ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരമായി തനക്ക് തീർക്കുമാറാവട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി തനക്ക് തീർക്കുമാറാവട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും അപകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവനവാസികളായി തീരുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കൂല സുബാൻ ലവൽ മിൻ. പാർക്കുമോ ഇന്ന് ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലവറത്തോട്ട് പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബോന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രീഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ ദിമത്രിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർ കുത്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായിട്ട് പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ ഏൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കൂല സുബാൻ ലവൽ മിൻ. ബാരിക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങളെ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കൂല സുബാൻ ലവൽ മിൻ. പാർക്കുമോ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു.
പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാലവൽമിൻ. ബാരിക്കുമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവെങ്കേലിയോസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനത്തിന് യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാറിയൂഹാനോൻ മാബ്ദാനായെയും ഷെമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായെയും ശേഷം സകലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും നാം ഒന്നുപോലെ ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാലവൽമിൻ. ബാറയ്ക്കുമോ സ്ലൈകവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ശുദ്ധിവാന്മാർ ശ്രദ്ധയോടെ മുമ്പ് കൂട്ടി പ്രാവശ്യം വിശ്രമിക്കുന്നവരെയും ലിക്കിയായാലും കുസ്തീനോപോലീസിലും എപ്പോസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളായ 3 പൊതു സുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതയുമായ യാക്കോബും ഇഗ്നാത്തോസും ക്ലിമീസും ദിവന്നാസോസും അദാനാസോസും യൂലിയോസും ബെസൂലിയോസും ഗിഗറിയോസും ദിയോസ്കോറോസും തീമത്യോസും ബീലക്സീനോസും അന്തീമോസും യാവാനോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികീസ്മാ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാർമാർ യാക്കോബ് മാർ അബ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബർസോമായും മാർ ശമവും ദുസ്സുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാ ഗീഗറിയോസും മാ ദീവന്യാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ
وبكور سبحان والمن ബാറക്കുമോ അരൂപികളുടെയും സാലാജങ്ങളുടെയും ഉടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി ദ്രാവിച്ചു വിശ്രമിച്ചു നിന്റെ അടുക്കൽ വന്നേർന്നവരായ ഈ പരിശുദ്ധ മധുഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസവും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മെസ്സിയായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാമോനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ പറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവൻ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളിൽ വാങ്ങി പോയിരിക്കുന്ന ആശ്വസിപ്പിച്ചേണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവ് കൂടാതെ നിന്റെ മുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും വന്നപോലെ ഈ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാക്കണമേ. ഹോശോ വബുകൂല സുബാലവൽമിൻ. ആമേൻ. തന്റെ തിരുനാമത്തെ പ്രകാരം നിലയിരിക്കുകയും തലമുറകളായി സകല തലമുറകൾ വരെ ലോകാലോകങ്ങളോട് സ്തുതിക്കുകയും ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സാപ്പികളെ കണ്ടേശായ
മുഖമവർ മൂടും തിരുച്ചിറകാൽ കൂരിയിലൈസു ഇരിയായി വാനിൻ ഗാലയതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ തിരുച്ചിറകാലെ കാലുകളും കൂരിയിലൈസു. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന തുടങ്ങിയ ഹൃദയത്തോടുകൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിന്നുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധമായ നിയമലംഘനത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകൂല സുബാനവൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈശ്വരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തലവലിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളെയും നിന്റെ ഇടവയിലെ ആടുകളെയും നിന്റെ വലത്ത് ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാനവൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദഹവേ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിത്യവും മദ്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും പിടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പരിശുദ്ധ ആമേൻ.
ഞങ്ങളോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും മുറിയോറാകിൻ വേലനുവാദാറായി. സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഓ ഹാലേലൂയ. നിർമ്മലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ ഹാലേലൂയ. നിൻ ജനമോർക്കായിക പിതൃഗൃഹവും പാർക്കുമോ. ോലം വാദാമുൽ മൂലം വൽമീനാമേ. ദുർപുകഴ്ച ഭാജനമേ നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയടക്കേണം സൗമൻ കാലോസ് കുറിയിലായിസോ. അറിയാമിൻ സ്മരണം വരദായകമാകാം തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാർക്കുമോ. ദൈവപ്രസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിവെള്ളധൂപം മുറിയോറാകെ ബേലനുവാദാറേ. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിലാത്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്തിക്കാം. ഇതിമാൻ പല പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരുകിൽ പോൽ. ഹൃദയവാതളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ഓലം വാദാമുൽ ഓലം ഉൽവീനാമേ. ഒരു പോലിങ്ങും ഓർത്തോമാസ്ലിഹ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാലോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രവയും പോഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ദൈവമായ കർത്താവേ, ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാസ്ലിഹായിക്ക് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് നിന്നെക്കുറിച്ച് ഏറ്റുപറയുവാനുള്ള ജ്ഞാനവും നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ഈ ദേശത്ത് വരുവാനുള്ള ധൈര്യവും ശക്തിയും നീ നൽകിയല്ലോ. നിനക്ക് മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും
സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യാവുമോ സ്വതഹായേൻ ലവൽ മിൻ. ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയിൽ അത്ഭുതസ്തബ്ധരായി ഞങ്ങൾ അവന്റെ അവദാനങ്ങളെ കീർത്തിക്കുന്നു. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സുവിശേഷ പ്രചരണത്തിന് ശ്ലീഹന്മാർക്ക് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങൾ നിശ്ചയിക്കുന്നതിനായി ചീട്ടിട്ടപ്പോൾ ഇന്ത്യയിലേക്ക് വരുവാൻ മാർത്തോമാ ശ്ലീഹായ്ക്ക് നിയോഗം ലഭിച്ചു. ഈ വലിയ വേല ഏറ്റെടുക്കുവാൻ തന്റെ നാഥനായ കർത്താവ് അവനെ ശക്തിപ്പെടുത്തി. ഗോണ്ടഫോറസ് രാജാവിന് കൊട്ടാരം പണിയുന്നതിനുള്ള ശില്പിയായി ഞങ്ങളുടെ ദേശത്ത് എത്തി. തന്റെ ദീനാനുകമ്പയാൽ അനേകം ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ നിന്നെ സൂചിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ദേശത്തെ സത്യപരിജ്ഞാനത്തിന്റെ പ്രഭയിൽ പ്രകാശിപ്പിക്കുന്നതിനാൽ നീ ധന്യനാകുന്നു. രാജാവിന് സ്വർഗത്തിൽ കൊട്ടാരം പണിത ഉന്നതന്റെ ശില്പിയെ നീ ധന്യനാകുന്നു. സത്യവിശ്വാസത്തെ നിർഭയം ഏറ്റുപറഞ്ഞ മാർത്തോമാ ശ്ലീഹ നിന്റെ നാഥന്റെ സദൃശ്യത്തിൽ വിലാവിൽ കുത്തുകൊണ്ടതിനാൽ നീ ഭാഗ്യവാനാകുന്നു. തന്റെ നാഥന്റെ ആണിപ്പഴുതുകളിൽ സ്പർശിക്കുവാൻ നിനക്ക് അവസരം ലഭിച്ചതിനാൽ നീ ധന്യനാകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, ബലഹീനരും പാപികളുമായി ഞങ്ങൾ യാചിക്കുന്നത് എന്തെന്നാൽ നിന്റെ ശ്രേഷ്ഠ ശ്ലീഹയായ മാർത്തോമായുടെ പ്രാർത്ഥനകളാൽ സകല ശിക്ഷകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന പിശാചുക്കളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. മാർത്തോമായുടേതുപോലെ അനുകമ്പയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ പ്രാർത്ഥനയാൽ നിന്റെ സഭയിൽ സമാധാനം വാഴണമേ. യുദ്ധങ്ങൾ ശമിക്കുകയും രാജ്യങ്ങൾ പരസ്പരം സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വൃദ്ധരെ താങ്ങണമേ. യുവാക്കളെ സദ്വൃത്തരാക്കണമേ. പൈതങ്ങളെ വളർത്തണമേ. സ്ത്രീ പുരുഷന്മാരെ പരിവാഹതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ഇമ്പമുള്ള വാസസ്ഥലങ്ങൾ വസിപ്പിക്കണമേ. ഞങ്ങളും അവരും സദാ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകത്തേക്ക് നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയിൻ സമയവിതല്ലോ മോർബസലിയോ പതിവീൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പവിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം പാർക്കുമോ. നിന്നെ വരിച്ചൊരു ദാതനും മോർ ഗ്രിഗോറിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിടുന്ന ൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാകെ മേലുവാതാറേ മാർത്തോമാസൽ ഗുണനിധിയെ സ്തുതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശവവും ശാന്തിയുമാമരട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന ഈ വിശുദ്ധമായ ദിവസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥതയോടും വളരെ സന്തോഷത്തോടും കൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നമുക്ക് കഴിയും. കാരണം ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ മലങ്കര സഭയുടെ മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ നാമം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യേശുതമ്പുരാന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം തൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം പോവുകയും
പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ യേശുതമ്പുരാനെക്കുറിച്ച് സുവിശേഷം അറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ദൈവാലയത്തിൽ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ സമയമാണ്. പരിശുദ്ധ മാർത്തോമായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനി, ആ പരിശുദ്ധ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ സഭ മുമ്പോട്ട് സധൈര്യം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ AD 52 ഇന്ത്യയിൽ വന്നു എന്ന് ചരിത്രപരമായ നമ്മുടെ വിശ്വാസം നമുക്കുണ്ട്. അതിന് ഉപോദ്ബലവുമായ എങ്ങനെയാണ് മാർത്തോമാ ശ്ലീഹ കേരളത്തിലേക്ക് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഏവെങ്കിലും ഭാഗത്തേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, BC 1000 മുമ്പ് തന്നെ ശലോമോൻ രാജാവിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യയുമായി ഇസ്രായേലിന് പ്രത്യേകമായ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. ഇന്ന് നാം കാണുന്ന ഏതാനും സംസ്ഥാനങ്ങളുള്ള ഒരു ഇന്ത്യ അല്ല അന്നുണ്ടായിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ ബംഗ്ലാദേശും എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കിഴക്കൻ രാജ്യമായിരുന്നു. ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്രകാരം വ്യാപാര ബന്ധം ഈ മാർത്തോമാ ശ്ലീഹായുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ സ്വാധീനിച്ചിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. BC 8 ഇസ്രായേൽ തകർന്നതായ സമയത്തും BC 6 ബാബിലോണിയക്കാർ യഹൂദ രാജ്യം, അതായത് ഇസ്രായേൽ തകർത്തപ്പോഴും 70 AD റോമാക്കാർ യഹൂദ രാജ്യം ആക്രമിച്ചപ്പോഴും ഇസ്രായേൽ ജനത ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ ഉള്ളതായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം യഹൂദന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ കൊച്ചിയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം യഹൂദന്മാർ താമസിച്ചിരുന്നു. അപ്രകാരമുള്ള ഒരു വഴി ഇസ്രായേലും കേരളവുമായി വ്യാപാര ബന്ധത്തിലൂടെ തുറക്കപ്പെട്ടിരുന്നുകൊണ്ട് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഈ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതിനുള്ള മാർഗം സുഗമമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. AD 52 ചാട്ടുകുളങ്ങരയിലുള്ള യഹൂദ സിനഗോഗിലാണ് മാർത്തോമാ ശ്ലീഹ എത്തിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ എത്തിച്ചേരാൻ കാരണം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ ഭാഷയും അതുപോലെ തന്നെ യഹൂദ പശ്ചാത്തലവും യഹൂദന്മാർ അധിവസിച്ചിരുന്ന ഈ ചാട്ടുകുളങ്ങരയിൽ ആ ബന്ധം സുഗമമാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർത്തോമാ ശ്ലീഹായ്ക്ക് അവരുമായി സ്വന്തം ഭാഷയിൽ ഇടപെടുവാനും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവിടെ അറിയിക്കുവാനും ഒക്കെയും ഇടയായി തീർന്നു. മാത്രമല്ല, ആ സമയത്ത് അവിടെ ബുദ്ധമതം വളരെയധികം വ്യാപിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് മാർത്തോമാ ശ്ലീഹ വരുന്നത്. ബുദ്ധമതത്തിൻ്റെ അഹിംസാവാദവും ഒക്കെ ചേർത്ത് സംസാരിക്കുവാനും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം ബുദ്ധമതം അവിടെ ഉണ്ടായിരുന്നത് അതിനൊരു കാരണമായി തീർന്നു എന്ന് ചരിത്രകാരന്മാർ പറയുകയാണ്. അപ്രകാരം മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ സുവിശേഷം അറിയിച്ചു. അതിനുശേഷം കുന്തമേറ്റ് മരണമടയുന്നു. ഡിസംബർ മാസം 18-ാം തീയതി കുന്തമേൽക്കുകയും 21-ാം തീയതി മരണം വരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രപരമായ നമ്മുടെ വിശ്വാസം. ഈ മാർത്തോമാ ശ്ലീഹായെ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന അന്നത്തെ അപരിഷ്കൃതമായ സ്ഥലത്തേക്ക് ആനയിച്ചത്, കൊണ്ടുവന്ന് എത്തിച്ചത് യേശുവിനോടുള്ള അഗമ്യമായ സ്നേഹം എന്നുകൊണ്ട് മാത്രമാണ്. യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഒരുവന് വേണ്ടി ഒരുവൻ തന്റെ പ്രാണനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല.
മാർത്തോമാ ശ്ലീഹ ഒരിക്കൽ യേശു തമ്പുരാൻ തൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. നമുക്ക് ധാരാളം സ്നേഹിതന്മാരുണ്ട്. നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നതിനും അവർക്ക് മെസ്സേജുകൾ അയക്കുന്നതിനും അവരെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കുന്നതിനും ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് വളരെ താല്പര്യമാണ്, ഉത്സാഹമാണ്. പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ അധംപതന സമയത്ത്, ഒരു മനുഷ്യന്റെ മരണത്തിൽ, ഒരു മനുഷ്യന്റെ വീഴ്ചയിൽ അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവനിൽ സ്നേഹമില്ല. അവന്റെ സ്നേഹം തീർത്തും കപടമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാനോട്, ശിഷ്യന്മാരോട് മാർത്തോമാ ശ്ലീഹ പറയുന്നത്, അവനോടുകൂടെ നമുക്കും മരിക്കുവാൻ പോകാം. കാരണം ശിഷ്യന്മാരെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്രകാരം മുമ്പോട്ട് നീങ്ങിയതായ ക്രിസ്തുവും ഈ തോമാ ശ്ലീഹയും തമ്മിലുള്ള ബന്ധം, യേശു തമ്പുരാന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വാതിലുകൾ അടച്ച് ശിഷ്യന്മാർ പേടിച്ച് പരിഭ്രമിച്ച് ഇരിക്കുന്നതായ സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, മലങ്കര സഭയുടെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹ യാതൊരു ഭയവും കൂടാതെ പുറത്ത് ഇറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ള സത്യം നാം വിസ്മരിച്ചു പോരുത്. എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ ഹൃദയത്തിൽ ഭയമെന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും പേടിച്ച് പരിഭ്രമിച്ച് വാതിലുകൾ അടച്ച് യഹൂദന്മാരെ ഭയന്നിരിക്കുമ്പോൾ അവിടെ വാതിലടച്ച് അകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുവാൻ മാർത്തോമാ ശ്ലീഹ തയ്യാറായില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരുടെയും മുമ്പിൽ യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു. യേശു തമ്പുരാന്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവനെ കാണുകയും അവന്റെ ആണിപ്പാടുകളിൽ എൻ്റെ വിരലിട്ട് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യേശു തമ്പുരാൻ വീണ്ടും വന്ന് മാർത്തോമാ ശ്ലീഹായെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മാർത്തോമാ ശ്ലീഹയുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശു തമ്പുരാന്റെ വിലാവിൽ കൈയിട്ട് അവിടുന്ന് ഒപ്പിയെടുത്ത വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തടയുവാൻ കേരളത്തിലെ അപരിഷ്കൃതരായ ജനങ്ങളുടെ സാമൂഹിക ചുറ്റുപാടിന് തടസ്സമായി നിന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യേശു തമ്പുരാനെ കുറിച്ചുള്ള സുവിശേഷം ലോകമൊക്കെയും പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെയും പരക്കുവാനും ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടാകുവാനും ധാരാളം സഭകൾ ഉണ്ടാകുവാനും ഇടയായി തീർന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയോടുള്ള കൂറും സ്നേഹവും ഉറപ്പിച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു ദിവസം കൂടിയാണിത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ വാണരുളുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ, ആ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്നതായ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള വിശ്വാസത്തിൽ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സഭയെ മുമ്പോട്ട് നയിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനം, അത് തലമുറ, മാർത്തോമാ ശ്ലീഹയുടെ വിശ്വാസം, മാർത്തോമാ ശ്ലീഹയുടെ ദീപശിഖ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന നെഞ്ചോട് ചേർത്ത് കൈവച്ച് പറയുവാൻ നമുക്ക് കഴിയണം. മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്ന വിശ്വാസം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള ആ വിശ്വാസം, അത് മാത്രമല്ല, അത് യേശുവിൻ്റെ ചങ്കിൽ നിന്ന്, യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊറ്റിയെടുത്ത വിശ്വാസമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് മലങ്കര സഭയുടെ മക്കൾ ഏത് രാജ്യത്തുണ്ടായിരുന്നാലും മാർത്തോമാ ശ്ലീഹായെ പോലെ ഭയമില്ലാത്തവരായി, ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഭയമില്ലാത്തവരായി നമുക്ക് മുന്നേറുവാൻ കഴിയണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് നമ്മുടെ പ്രാർത്ഥനയോട്, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ സ്നേഹത്തിനുമുള്ള പിന്തുണ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട അവസരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥ നമ്മുടെ ഓരോ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും കൂട്ടും കോട്ടയും കാവലുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയ്യൗ ഹാലേ ലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
തുല്യം നരനുടെ നാളുകൾ ഹോ ഹാലേ ലൂയ ഹാലേ ലൂയ പോക്കുന്നത് വയലിൽ പൂച്ചൊടി പോലെ പാർക്കുമോ ഓലം വാദാമിൽ ഓലം താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരതിൻ ജീവാസ്വരമതുണർത്തണമേ കബറിന്ദുദ്യാനത്തിനായി സൗപൻ കാലസ്കുറിയേലായി ഇരകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര മേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നവരുവരോടെഴുന്നേറ്റു ഉയരകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം രക്തം പാനം ചെയ്തു പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാ ഞങ്ങൾക്കിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം മതിനുയരേ കർത്താവേ കെട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം മൊട്ടോസിച്ച് പറയണം പിതാവിനും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരത്തിന് ജീവന്റെ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദേവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ നിന്റെ ആരാധകളുടെ സംഘത്തെ അദൃശ്യമായി വലത്തെ നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിയാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാവട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തൻ മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർതൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും സഹായിച്ചു താങ്കൾ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകൂല സുബാൻ ലവൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപമായ മിശിഹാതമ്പുരാനെ, കെടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകൂല സുബാൻ ലവൽമിൻ. ആമീൻ. ബാറേക്കുമോ. ഉയിരുടയോനായി ഉയിരിനെ വിട്ടോൻ പുരജെയ്തോനാം ഉണ്മയിൽ ശ്രേഷ്ഠൻ ഉന്നതതാതൻ തോമാശ്ലീഹ സുവിശേഷത്തിൻ സമൃദ്ധമാകും സൗന്ദര്യത്തെ സപ്തസമുദ്രങ്ങൾക്കിപ്പുറവും സമ്മാനിച്ചോ. അമഗകത്തിന് മമ ദൈവമതൻ ഉദ്ഘോഷിച്ചാൻ വാർത്തോമായ മഹിമയതിൻ മുടി ചൂടിച്ചോനെ. മാനവ പാപം താവക കൃപയാൽ മാറിപ്പോകാൻ വാർത്തോമാതൻ പ്രാർത്ഥനയെന്നും തുണയാകണമേ. മാർത്തോമാ സൽഗുണദീദിയേ, നിൻ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥൻ ശമവും ശാന്തിയുമരട്ടെ. ശലോൻ ബസ്ലോമോ അഹൈൻ ഹബീബായ്. എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോരും ജീവനോടിരിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാട് റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, വിശുദ്ധ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും കരുണയും സഹായവും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. വന്ദിതനാകും വൈദിക കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടതയോടമേ. ശക്തിയും മഹത്വവും മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർലഭമായ ഭർത്താവായ ശുശ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുചിമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവത്തോടെ വിളിച്ചുകൊള്ളണമേ. ആമേൻ.
ക്രിസ്തുമസിൻ്റെ ശുശ്രൂഷ 24-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ നടക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എല്ലാവരും അത് ഫുള്ളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25-ാം തീയതി യാതൊരു വിധമായ ശുശ്രൂഷകളും ഉണ്ടായിരിക്കുകയില്ല. 26-ാം തീയതി രാവിലെ, ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. പുതുവർഷവുമായി ബന്ധപ്പെട്ട് അടുത്ത ഞായറാഴ്ച വൈകിട്ടും വിശുദ്ധ കുർബാനയുണ്ട്. പുതിയ ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട് 31-ാം തീയതി വൈകിട്ട് 7:30 കുർബാനയുണ്ട്. 1-ാം തീയതി രാവിലെ വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച വൈകിട്ടും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഇതിൻ്റെ രജിസ്ട്രേഷനുണ്ട്. താല്പര്യമുള്ളവർ അന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രദക്ഷിണമാണ്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് പാടിയാൽ മതി. ഞങ്ങൾ ശുശ്രൂഷകരും വൈദികരും ഇവിടുന്ന് നേരെ കിഴക്കേ വാതിൽ വഴി കുരിശിങ്കൽ ധൂപപ്രാർത്ഥന നടത്തുകയും അതേ തുടർന്ന് പള്ളിക്ക് ഒരു പ്രദക്ഷിണം വെച്ച് അകത്ത് കയറുന്നതുമാണ്. ഈ സമയത്ത് നിങ്ങൾ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ, വളരും അവൻ ലബാനോൻ കാരകിൽ പോൽ. പുഷ്ടികളും പാർക്കുമോ റൂഹോ കാദീശോ ഒരുപോലെങ്ങും മാർത്തോമാ ശ്ലീഹാമേലും നിന്നോർമ്മ ഉദകണമേ, നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലസ് കുറിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർത്തോമാ ശ്ലീഹാ, പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം. പാർക്കുമോ നിന്നെ വരിച്ചൊരു താതെന്നും മാർത്തോമാ ശ്ലീഹാ, നിന്നോർമ്മയെ ബഹുമാനിച്ച സ്തുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിടുന്ന റൂഹാവന്യൻ, നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ അടികളെയും വായിച്ചിടാൻ. സ്വർഗരാജ്യ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനേ സർവ ഈശോ താങ്ങി സിയോനിൽ
ആമേൻ. മറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ദൈവപ്രസവിത്രീ കന്യാമറിയാമീൻ ഉയരുന്നോയാൽ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ത്രീയർക്കും ഭാഗ്യം സഹതീർക്കും പുനരുദ്ധാനയെ കാണുവാൻ കമ്പിച്ചൊരു സഹതീർ വാളാൽ ചിറകുകൾ പൂണ്ടിൽ നീക്കി തുണയുകനാഥരടിയങ്ങൾ വിശ്വാസന സവിധി സ്മൃതി വിശ്വാസികളാ ബ്രദരാർജിക്കട്ടെ മുറിയോറാഹി മേലും ചെയ്തൻ പ്രാർത്ഥന കേട്ടൻ സ്ലോമോ ആമകൂൻ സ്ലോമോ ആമകൂൻ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കും നിൻ പാട്ടിൽ ശ്രദ്ധി ആടുകളെ മോശെ പോൽ തൃക്കൈയിൽ വാഴ്ത്തേണം ബാറയ്ക്കുമോ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിടുന്ന രൂഹാവന്ധ്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയൂറാഹിൻ മേലേനുവാനായി നിന്നെ വരേച്ചൊരു ദാതന്നു മാർത്തോമാശ്ലീഹ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടിച്ചൂടിടുന്ന രൂഹാവന്ധ്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. സൽഗുണനിധിയെ കൊണ്ടാടും സഭയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. ആത്മീയമായ ഈ പെരുന്നാൾ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസികളായി മരിച്ചവരെ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിന് മുമ്പ് കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കണമേ. ആബോഹായോ കാദീശോ ഹോശോ ബബുക്കൂല സുബാൻ ലവൽ മീൻ.